സ്വാദിഷ്ടിലേക്ക് സ്വാഗതം. പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കുന്ന വിധം കാണാം. ഇടത്തരം പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്ത ശേഷം 250 ഗ്രാം ഉണ്ട്. ഈ ഒരു പരുവത്തിൽ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുക. ആദ്യം തന്നെ പച്ചടിക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 3 പച്ചമുളക് കഷ്ണങ്ങളാക്കിയത്, 4 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത്, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. ഒരു കടായിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓണാക്കി ഫുൾ ഫ്ലെയിമിൽ 3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. 3 മിനിറ്റിന് ശേഷം തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇതിനകത്ത് അധികം വെള്ളം പറ്റിയിട്ടില്ല. വെള്ളം പറ്റുന്നതിനായി കുറച്ച് നേരം കൂടി തുറന്ന് വെച്ച് വേവിക്കുക. ഇതിപ്പോൾ തുറന്ന് വെച്ച് 2-3 മിനിറ്റ് കൂടി വേവിച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഏറെക്കുറെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അരപ്പ് വേകുന്നതിനായി അടച്ചു വെച്ച് 2 മിനിറ്റ് വീണ്ടും വേവിക്കുക. 2 മിനിറ്റിന് ശേഷം തുറന്ന് വീണ്ടും നന്നായി ഇളക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് ആറാൻ വെക്കുക. ആറിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് ആറിയതിന് ശേഷം തൈര് ചേർക്കുന്നത് തൈര് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. പാൻ വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫാക്കി ആറാൻ വയ്ക്കുക. നന്നായി ആറിയതിന് ശേഷം ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആറിയതിന് ശേഷം മാത്രം ചേർക്കുക, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. പൈനാപ്പിൾ പച്ചടി തയ്യാറായിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ചേർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.